ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഇൻസ വൈബ്സ്. അപ്പോൾ ഞാനിന്ന് ബോട്ട് നെക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ആദ്യം ഞാൻ പേപ്പറിലൊന്ന് കട്ട് ചെയ്ത് കാണിച്ചിട്ടാണ് തുണിയിലേക്കും ക്യാൻവാസിലേക്കും കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ പറയുന്നുണ്ട്, കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ. ബോട്ട് നെക്കിൻ്റെ സ്റ്റിച്ചിങ്ങിന് നമുക്ക് ഷോൾഡറും ആം ഹോളും എല്ലാം ഡിഫറൻസ് ഉണ്ടാവും. കാരണം അതിൻ്റെ സ്റ്റിച്ചിങ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെയൊക്കെ അളവുകൾ എടുത്താൽ നമുക്ക് ആ ഒരു കട്ടിങ് കംപ്ലീറ്റ് ആവുള്ളൂ. നമുക്ക് വെറും നെക്ക് മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ ചുരിദാറിൽ എങ്ങനെ കട്ട് ചെയ്യുന്നു എന്നുള്ള രീതി മുതൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്കിൻ്റെതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോർമൽ നെക്കാണെങ്കിൽ നമ്മൾ 7 ഇഞ്ചസ് ഉള്ളവർക്കും 8 ഇഞ്ചസൊക്കെയാണ്. ഈ ഒരു നെക്കിന് നമുക്ക് റൗണ്ട് നെക്ക് ചെയ്യുന്നത് ഞാൻ കറക്റ്റ് അളവായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു ഡ്രസ്സിൽ ഞാൻ ചെയ്യുന്നത് ബോട്ട് നെക്കാണ്. അപ്പോൾ അതെങ്ങനെ അളവെടുക്കാമെന്ന് ഈ പേപ്പറിൽ കാണിച്ചിട്ടാണ് തുണിയിലെടുക്കുക. ക്യാൻവാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടലുള്ളത് 8 ഇഞ്ചസാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 1 ഇഞ്ച് അടയാളപ്പെടുത്തുക, 1 ഇഞ്ച്. ഇനി ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളെല്ലാ കൈക്കും നമ്മൾ ചെയ്യുന്ന പോലെ. എന്നാൽ ഫ്രണ്ട് നെക്കിന് നമ്മൾ ഒന്നും കൂടെ കുഴിച്ച് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/4 ഇഞ്ച് അടയാളപ്പെടുത്തി വേണം കുഴിക്കാൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/4 ഇഞ്ചിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുഴിച്ച് കൊടുക്കുക. ഇതാണ് ബാക്ക് ഫ്രണ്ടിൽ, ഇത് ഫ്രണ്ടിൻ്റെത്, ഇത് ബാക്ക് നെക്കിൻ്റെത്. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ 2 തുണി മാറ്റിയിട്ട് വേണം ഈ ഒരു ഏരിയ കട്ട് ചെയ്തെടുക്കാൻ. അപ്പം ഈ ഒരു ബോട്ട് നെക്കിന് ചെയ്യുന്നത് നമ്മുടെ ഈ ഷോൾഡർ നമുക്ക് സാധാരണ നമ്മൾ എടുക്കുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചസൊക്കെയാണ് എടുക്കാറ്. അപ്പോൾ ഇവിടെ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഈ ബാക്കിലെ, ഇത് ഫ്രണ്ടിലെ നെക്ക്, ഫ്രണ്ട് നെക്കിൽ നിന്ന് ഇങ്ങോട്ടൊരു 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നമ്മൾ ഈ അളവ് എടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്കിതാ ഇവിടെ ഇങ്ങനെ അടയാളം വരും. ഓക്കെ, ബാക്കിലെ നെക്ക് മുതൽ ഇങ്ങോട്ട് 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. അപ്പോൾ 2 ഇഞ്ചാണ് ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ടാവുക. എന്നിട്ട് ഇത് അടയാളപ്പെടുത്തുക. ഇതാണ് ഷോൾഡറിൻ്റെ വീതിയായിട്ട് വരിക. പിന്നെ ഇറക്കം, ഈ നെക്കിൻ്റെ ഇറക്കം ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 3.5 4 വരെയൊക്കെ പോവാം. ഞാനൊരു 4 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്കിത് സ്ക്വയറായിട്ട് വരച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ കട്ടൊന്നും ചെയ്യില്ല, നമ്മൾ ക്യാൻവാസിലാണ് ഇതിൻ്റെ എടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ക്യാൻവാസിൽ റൗണ്ട് ചെയ്തിട്ട് എടുക്കുക ചെയ്യുക. ബോട്ടിൻ്റെ ഇവിടത്തേക്ക് കുഴിച്ച് വെട്ടാൻ പാടില്ല, അത് ക്യാൻവാസിലാണ് ചെയ്യുക, തുണിയിൽ നമ്മൾ കട്ട് ചെയ്യില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കട്ടിങ് ഇല്ല, ജസ്റ്റ് അളവുകൾ മാത്രം ഈ ഒരു വട്ടം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ നമുക്ക് ഒരു 1/2 ഇഞ്ച് നമ്മൾ ചെരിച്ച് വരക്കാറുണ്ട്. അത് ഇവിടുന്ന് ചെരിച്ച് വരയ്ക്കുക. നമ്മൾ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, അവിടുന്ന് അടയാളപ്പെടുത്തി എടുത്തുന്ന ചെയ്യുക. ഇത് ബാക്ക് നെക്കിൻ്റെ ആ അളവിൽ നിന്നാണ് 2 ഇഞ്ച് ബാക്കോട്ട് എടുത്ത്, അവിടുന്ന് അടയാളപ്പെടുത്തി ഈ 2 ഇഞ്ചിൻ്റെ ആ ഒരു ഇതിൽ ഇവിടെ ഒരു 1/2 ഇഞ്ചായിരിക്കും ഉണ്ടാവുക ഡിഫറൻസ്, അത് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. എങ്ങനെയാണെന്ന് കാണിക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാലാണ്, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിലെയല്ലേ പോവുക. അപ്പോൾ നമുക്ക് കറക്റ്റ് രണ്ടും നീളം ഡിഫറെൻ്റ് നീളത്തിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അത് ഒഴിവാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇങ്ങോട്ട് കയറിയ അത്രയും ഇവിടെ നമ്മൾ കൂട്ടിക്കൊടുക്കും. ഇതിൻ്റെതും അതിൻ്റെതും സെയിം ആവാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ക്യാൻവാസിലാണ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഫ്രണ്ടും ബാക്കും സെയിം ഇറക്കമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 4 ഇഞ്ച്, സാധാരണ നമ്മൾ 5 ഇഞ്ച് ബാക്ക് ഫ്രണ്ടും 3 ഇഞ്ച് ബാക്കുമാണ് എടുക്കുക. ഇത് ബോട്ട് നെക്ക് ആയതുകൊണ്ട് അതുപോലെ എടുക്കില്ല. അപ്പോൾ നമുക്കിനി ഇത് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആണ്. ആദ്യം നമുക്ക് ബാക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ബാക്ക് കട്ട് ചെയ്തെടുത്തു. ഈ ഫ്രണ്ടിൻ്റെ പീസ് കട്ട് ചെയ്യാൻ ഈ ഒരു ഏരിയ നമുക്ക് രണ്ടും ഒരുപോലെ തന്നെ കട്ട് ചെയ്യാം. ഇനി ഇതൊന്ന് ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇത് ബാക്ക്, ഇത് ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുഴിച്ചിട്ടുള്ള അളവിൽ കട്ട് ചെയ്യാം. ഇനി ബാക്കി നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം.
ഇങ്ങനെയാണ് നമ്മൾ സാധാ എല്ലാ ചുരിദാറിൻ്റെയും കട്ട് ചെയ്യുമ്പോൾ ചെയ്യുക. അതിൽ നെക്ക് മാത്രം നമ്മളിതിൽ ചെയ്തിട്ടില്ല, ബാക്കി എല്ലാ പോർഷൻസും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. നമുക്കിനി സാധാ ചുരിദാറിൽ നമ്മളിങ്ങനെ 1/4 ഇഞ്ച് ബാക്കോട്ട് എടുക്കില്ല, ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുഴിക്കുക ചെയ്യുക. ഇത് ബോട്ട് നെക്ക് ആയത് കാരണമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി അത് തുണിയിൽ എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നെക്കിൻ്റെ അവിടെ നമ്മൾ ഒന്നും കൂടെ കാണിക്കാം. ഇവിടെ നമുക്ക് ടോട്ടൽ വന്നിട്ടുള്ളത് 8 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഷോൾഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് അത് 6 ഇഞ്ചാണ് എടുക്കുന്നത്. ഞാൻ ബോട്ടിനൊക്കെ ആയത് കാരണം 6 ഇഞ്ച് അതിവിടെ അടയാളപ്പെടുത്തി. അതിനുശേഷം ഫ്രണ്ടും ബാക്കും കുഴിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വരച്ച് വെച്ചിട്ടുണ്ട്. അതൊരു 1/4 ഇഞ്ച് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട്, സാധാ ചുരിദാറിൽ നമ്മൾ 1/4 ഇഞ്ച് എടുക്കുകയൊന്നും വേണ്ട, ഇവിടെ നിന്ന് ഇങ്ങനെ കുഴിച്ചിട്ട് ഈ ഒരു ലൈനിലേക്ക് ജോയിൻ ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. ബോട്ടിനൊക്കെ ആയത് കാരണം അത് കുറച്ച് ബാക്കോട്ടേക്ക് എടുത്തിട്ടുണ്ട്, ഇവിടെ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു നമ്മൾ അടയാളപ്പെടുത്തിയ 6 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ച് ഇങ്ങനെ ചെരിച്ച് വെട്ടുകയും ചെയ്യാം, കട്ട് ചെയ്ത് കൊടുക്കുക. 6 ഇഞ്ചിൽ നിന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി ക്യാൻവാസിലാണ് കട്ട് ചെയ്യുക. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. അതിതാ രണ്ടും കൂടെ ഈ ഒരു പോർഷൻ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഈ ഒരു റൗണ്ടിലൂടെ കട്ട് ചെയ്യാം. നമുക്ക് ബാക്ക് ഫ്രണ്ട് സെപ്പറേറ്റ് ആക്കാം. അടിയിലുള്ളത് ബാക്കാണ്. എന്നിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്യാം. ഇവിടെ ഫ്രണ്ട് പോർഷൻ നമുക്ക് കുഴിച്ച് വെക്കാം. ഒരു 1/4 ഇഞ്ച് കയറ്റി കുഴിച്ച് വെക്കും. ഇനി ഇതിൻ്റെ നെക്കിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ക്യാൻവാസിൽ ആദ്യം കട്ട് ചെയ്തെടുക്കുക ചെയ്യാം. അപ്പോൾ ആദ്യം ക്യാൻവാസ് ഇതുപോലെ 2 മടക്കാക്കി വെക്കുക. ബാക്കും ഫ്രണ്ടും ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാൻ വേണം. അപ്പോൾ അതിന് ഫ്രണ്ട് നെക്കിന് ആദ്യം എടുക്കേണ്ടത് 5.75 5.75 വീതി എടുക്കേണ്ടത്. ഈ നീളത്തിലെടുക്കേണ്ടത്. ഇറക്കം എടുക്കേണ്ടത് നമുക്ക് 3 മുതൽ 4 വരെ എടുക്കാം. ഞാനിതിലൊരു 3 എടുക്കുന്നുള്ളൂ, 4ൽ കൂടുതൽ എടുക്കാൻ പാടില്ല. അപ്പോൾ ഒരുപാട് കുഴിയണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ 3 മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വരച്ചു കൊടുത്തിട്ട് റൗണ്ട് ചെയ്യാം. ഈ അളവും കറക്റ്റാണോ എന്ന് നോക്കാം. ഓക്കെ, ഇനി ഇതുപോലെ ബോട്ട് നെക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് ഇങ്ങോട്ട് കുഴിയാൻ പാടില്ല. ബോട്ടിൻ്റെ ഷേപ്പിൽ വരയ്ക്കാം. പേപ്പറിൽ കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ ഞാൻ 4 ആക്കിയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. എല്ലാവരും പൊതുവെ 4 എടുക്കുക. അത്രയും താഴ്ച ഇറക്കം വേണ്ട എന്നുള്ളത് കാരണം ഇതേപോലെ തന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 5.75 ഇവിടെ 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇത് 3.5-4 വരെ പോവാം. ഞാൻ 3 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് വീതിയുടെ അടയാളപ്പെടുത്താം. ഈ ഒരു പോർഷനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ എടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ 6 ഇഞ്ചാണ് എടുക്കേണ്ടത്. ഇങ്ങനെ എടുക്കാൻ കാരണം നമ്മൾ നേരത്തെ കട്ട് ചെയ്തിരുന്ന സമയത്ത് നെക്കിൻ്റെത് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ക്യാൻവാസ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി ഇവിടെ 6 ഇഞ്ചാണ് എടുക്കേണ്ടത്.
ഇറക്കം സെയിം 3 ഇഞ്ച് തന്നെ എടുക്കാം. 4 വേണ്ടവർ 4 എടുക്കാം. ഞാൻ 3 എടുക്കുന്നുള്ളൂ. ഇതും ഇതുപോലെ തന്നെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഇങ്ങോട്ടേക്ക് പോകരുത്. ഇനി ഇതും ഇതുപോലെ 1 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ഈ ഒരു ഭാഗമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എല്ലാ സ്ഥലത്തും ഒരേ ഇഞ്ച് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ. ഇത് ബാക്ക് നെക്കാണ്, ഇത് ഫ്രണ്ട് നെക്കാണ്. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ട് പീസും ഇത് ബാക്ക് പീസുമാണ്. പിന്നെ ഇതൊരു തുണിയിലേക്ക് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയൊന്നും കൂടി നോക്കാം. ഇനി ഇത് നമ്മളൊരു പ്ലെയിൻ തുണി എടുക്കുക. നമ്മൾ ഡ്രസ്സിൻ്റെ അതേ കളറോ അങ്ങനെ ലൈനിങ് ഉണ്ടെങ്കിൽ അങ്ങനെ അതെടുക്കുക. ഇതിൻ്റെ ഈ ഗ്ലൈസിങ് ഉള്ള ഈ പോർഷൻ എടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തുണി കട്ട് ചെയ്തെടുത്താൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ അതുപോലെ ഇതും 2 പീസും എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഗ്ലൈസിങ് ഉള്ള ഭാഗമാണ് താഴെ വെച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഇതിൽ അയൺ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പോർഷൻ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതിലേ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്യരുത്. അത് നമുക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ജസ്റ്റ് ഇതിലൊരു ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുക. അത് നമുക്കതിൻ്റെ മുകളിലേക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് ബാക്ക് നെക്കിൻ്റെ, ഇത് ഫ്രണ്ട് നെക്കിൻ്റെ ആണ്. അപ്പോൾ ഇനി നമുക്കിത് ബാക്ക് നെക്കിൻ്റെ നെക്ക് ഇതിൻ്റെ സെൻറ്റർ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലാക്കിയിട്ട് ഇത് വെച്ച് കൊടുക്കാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ നമുക്കിത് ജസ്റ്റ് ഇവിടെ കറക്റ്റാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ആണ് ചെയ്യേണ്ടത്. അതിന് മുന്നേ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിന്മേൽ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കട്ട് ചെയ്ത് കളയുള്ളൂ. ഇതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഒറ്റ പിടുത്തത്തിൽ ഇങ്ങനെ മടക്കി കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഇത് റൗണ്ടിലായിരുന്നു. അപ്പോൾ റൗണ്ടിൽ വരുന്ന സമയത്ത് നമ്മൾ ഓരോ ഭാഗത്ത് എത്തുമ്പോൾ മടക്കി ഇതുപോലെ ചെയ്ത് കൊടുത്ത് പോകണം. അല്ലാതെ നമുക്ക് ഒറ്റ ഒരു ഇതിൽ മടക്കിൽ ജസ്റ്റ് നമ്മൾ മടക്കുന്ന പോലെ മടക്കാൻ കഴിയില്ല. ഇത് നമ്മുടെ ചുരിദാറിൻ്റെ നല്ല ഭാഗമാണ്. ഇത് ബാക്കിലെ നെക്കാണ്.
അപ്പോൾ നമ്മൾ ബാക്കിലെ നെക്കിൻ്റെ പോർഷൻ, ഇത് ബാക്കിലെ നമ്മൾ കട്ട് ചെയ്ത ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററാണ് ഈ കാണിക്കുന്നത്, ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ, ഈ ഒരു നീളത്തിൻ്റെ സെൻറ്റർ. അതുപോലെ ഈ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ ക്യാൻവാസിൻ്റെ പോർഷൻ. അപ്പോൾ ഇതിൻ്റെ നല്ല ഭാഗവും ഇതിൻ്റെ നല്ല ഭാഗവും ഇങ്ങനെ വരിക എന്ന് വെച്ചാൽ ചീത്ത ഭാഗം മുകളിലേക്ക്, ഇതിൻ്റെ നല്ല ഭാഗം മുകളിലേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് പിന്ന് വെച്ചൊന്ന് കുത്തി കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ ഇനി നമുക്കിത് നീങ്ങാതെ നമുക്ക് ജസ്റ്റ് ഇതിലേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടത്. ഇതുപോലെ തന്നെ ഫ്രണ്ടിലെ പീസിൻ്റെതും ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രണ്ട് നെക്കാണ്. അതിൻ്റെ ഇതേപോലെ തന്നെ ഈ സെൻറ്റർ പോർഷൻ ഒന്ന് ജസ്റ്റ് പിൻ ചെയ്ത് വെക്കാം. അതുപോലെ ഇതാണ് ഇവിടെ ഈ ക്യാൻവാസിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ആ പോർഷനൊക്കെ. ബാക്കി ഇതാ നമ്മൾ ഈ പോർഷനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും കേട്ടോ. ജസ്റ്റ് അതൊന്ന് അളവ് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ തുണിയൊക്കെ കോട്ടനൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, ഏതാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അറ്റത്ത് ഈ ഒരു ലൈനിലൂടെ, എന്ന് വെച്ചാൽ നമ്മളെ ക്യാൻവാസിലേക്ക് കയറരുത്, എന്നാൽ കുറേ ഡിസ്റ്റൻസും പാടില്ല. അപ്പോൾ ആ ക്യാൻവാസിൻ്റെ ആ അറ്റത്തൂടെ അങ്ങനെ അടിച്ചു കൊടുക്കുക. വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് പതുക്കെ അടിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ പെട്ടെന്ന് നീക്കി കൊടുക്കാതെ, കാരണം റൗണ്ടിലുള്ളതാകുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ സ്ക്വയറൊന്നും സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല റൗണ്ടിലുള്ള സ്റ്റിച്ചിങ് ചെയ്യുക. ഇതുപോലെ തന്നെ രണ്ട് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനൊന്ന് വീഡിയോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, സ്റ്റിച്ചിങ് അറിയാത്തവർക്കും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ എക്സ്ട്രാ ആയിട്ടുള്ള ഈ ഭാഗമൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അളവിൽ വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻവാസ് നീങ്ങിപ്പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ സ്റ്റിച്ചുമ്പോൾ തട്ടരുത്, അതിൻ്റെ കുറച്ച് മുകളിലേക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ കട്ടിങ് ഇട്ട് കൊടുക്കുക. മറിച്ചിടുന്ന സമയത്ത് അത് വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നൂലിലേക്ക് കയറാതെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബോട്ടിനൊക്കെ ഒരു വിധം നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ പോർഷൻ കഴിഞ്ഞു തുടങ്ങി. ഇതാ നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ലൈനിങ് വേണമെന്നൊന്നുമില്ല, ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ട് ചെയ്താൽ മതി. ഇതുപോലെ അടിച്ചിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് അറ്റത്തൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് സാധാ നമ്മൾ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെയാണ് ബോട്ടിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ഇങ്ങനെയുള്ള നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തത് ഇങ്ങനെ കട്ട് ചെയ്യുകയും ചെയ്തു. ഇനി ജസ്റ്റ് ഇതിങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുക. ഇതാണിപ്പോൾ നല്ല ഭാഗമായിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ അറ്റത്തൂടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് നെക്കും ഇതുപോലെ മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ പതുക്കെ അടിക്കുക, റൗണ്ടാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പീഡിലങ്ങ് അടിച്ചു പോയാലൊന്നും വൃത്തി കിട്ടൂല. വൃത്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഈ അറ്റത്തൂടെ അങ്ങനെ അടിച്ചു കൊടുക്കുക. രണ്ട് നെക്കിൻ്റെതും ഇതുപോലെ അടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബോട്ട് നെക്കിൻ്റെ സ്റ്റിച്ചിങ് നമുക്ക് ചെയ്ത് കഴിയും. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലെങ്ത്ത് കാരണം നമുക്കതിലൂടെ കഴുത്തൊക്കെ ഇടാനൊക്കെ ഈസി ആയിരിക്കും. നമ്മൾ വിചാരിക്കും ഇറക്കല്ലാതെ എങ്ങനെയാണെന്നുള്ള അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം ലെങ്ത്തി ആണല്ലോ, തലയോടുകൂടെ നമ്മൾ തല ഇടുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേണ്ടവർക്ക് 4 ആക്കിയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് ഇറങ്ങിയിട്ടുള്ള രീതി ആവണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്. 3, 3.5, 4 വരെ എടുക്കത്തുള്ളൂ. ഇനി ഇതിൻ്റെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഷോൾഡേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ബോട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ളതൊക്കെ സാധാ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മുഴുവൻ ചുരിദാർ അടിക്കുന്ന വീഡിയോ വേറെ സെപ്പറേറ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.